ജിൻസിന്റെ കല്യാണം ഞാൻ കണ്ടിരുന്നു വീഡിയോയില്. നിങ്ങളുടെ കല്യാണം ഇട്ടിട്ടില്ല? ഉണ്ടാ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതാണ്. നിങ്ങൾ കോട്ടയത്ത് നിന്ന് കല്യാണം കഴിച്ചല്ലേ? കോട്ടയം കൂത്താട്ടോള. ആ, എറണാകുളം ബോർഡർ. കല്യാണാലോചനയായിട്ടാണോ വന്നത്? അല്ലല്ല, ലവ് മാരേജ് ആയിരുന്നു. എന്താണ് കല്യാണം കഴിഞ്ഞു? ഞങ്ങൾ ലവ് മാരേജ്. എങ്ങനെയായിരുന്നു ലവ് മാരേജ്? സോഷ്യൽ മീഡിയ കണ്ടിട്ടാണോ? അല്ല, കണ്ടിട്ടില്ല. അതിനു മുമ്പ് ജസ്റ്റ് ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൽ നിന്ന് ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തു. എന്ത് ഗ്രൂപ്പാ? അമ്മാമ്മയുടെ കൊച്ചുമക്കൾ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അമ്മാമ്മയുടെ. പിന്നെ ഞങ്ങൾക്കൊരു കോമൺ കസിൻ ഉണ്ട്. നമ്മുടെ വീഡിയോക്കകത്തുള്ള ആൽഫിയ ഉണ്ട്. അത് അമ്മയുടെ ആങ്ങളയുടെ മോളാണ്. അപ്പം ആൽഫിയുടെ ചേച്ചിനെ കല്യാണം കഴിച്ചേക്കുന്നത് എന്റെ മമ്മിയുടെ ആങ്ങളയുടെ വൈഫിന്റെ അനിയനാണ്. അപ്പൊ അങ്ങനെ സംസാരിച്ചതാ, കുറച്ചധികം ഇതായി പോയി. അതെ, സംസാരിച്ച് അപ്പോഴേ അറിയായിരുന്നല്ലേ ഇവിടെ വന്ന് അഭിനയിക്കേണ്ടി. എനിക്ക് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ന്യൂസ് ഫീഡിലൊക്കെ വന്ന് അങ്ങനെ കണ്ട്. അല്ല, മറ്റേതല്ലേ പണ്ടൊക്കെ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുമ്പോ അമ്മാമ്മേ ആ വീട്ടിൽ ചെന്ന് ആ പണിയെടുക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പെണ്ണുങ്ങൾ ഈ വീട്ടിൽ ചെന്നാ അല്ല, അവിടെ ചെന്നാ നല്ല പണിയെടുക്കണം. എവിടെ ചെന്നാല് തിരിച്ചു വീട്ടിലേക്ക് സ്വന്തം വീട്ടിൽ ചെന്നാ പണിയെടുക്കണം. ഇവിടെ വന്ന് അഭിനയിച്ചാൽ മതി. അല്ല, കല്യാണം കഴിഞ്ഞാലും അപ്പൊ തള്ളവര് മാറിക്കൊള്ളു. പറഞ്ഞേ കല്യാണാലോചന. ഇനി ആരെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിലെ കല്യാണാലോചനയൊക്കെ വരുമ്പോ ഈശ്വര ആ വീട്ടിൽ ചെന്ന് അഭിനയിക്കണല്ലോ, പണിയെടുക്കണം. പെണ്ണിട്ടാൻ കാര്യമില്ല. വേറെ കാര്യങ്ങളുണ്ട്. പണ്ടത്തെ പോലെ അല്ല. പണ്ട് പഠിപ്പില്ല പിള്ളേർക്ക്. ഇന്ന് പഠിപ്പുണ്ട്. ഇന്ന് പെണ്ണുങ്ങളെ എങ്ങനെയാലും ജോലി കിട്ടണം. ഒരു ജോലി കിട്ടിയിട്ടാ പെണ്ണ് കിട്ടാൻ പറ്റുള്ളൂ എന്ന് നിർമ്മാണ കാരണന്മാരോട് പറയും. അപ്പൊ അതനുസരിച്ചുള്ള സെറ്റപ്പ് അവരായി. അപ്പൊ ഒരു കുടുംബത്തെ എടുക്കാൻ സമ്മതിക്കൂല. അവർക്ക് പറ്റില്ല. അവർ തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് വരില്ല, നമുക്ക് വേണേ ആളെ നിർത്തിക്കൂടാ. അങ്ങനെ സെറ്റപ്പായി. ഇപ്പൊ മുമ്പ് അങ്ങനെ പഠിപ്പില്ല. ചെന്ന് കെട്ടാ വീട്ടിൽ മെച്ചടിക്കണോ, തുണി അലക്കണോ, എല്ലാം ചെയ്യേണ്ടി വരും. ഇന്നിപ്പോ അതില്ല. അക്ക മിഷീന. അച്ഛന് ജിൻസിന് ഇതുപോലൊരു അവസ്ഥ ഉണ്ടായെന്ന് തോന്നുന്നു. പെണ്ണാലോചിച്ച് പോയപ്പോ പെണ്ണ് പറഞ്ഞെന്ന് തോന്നുന്നു ജോലി ഇല്ലെങ്കിൽ. അങ്ങനെ ഓരോ കാര്യങ്ങളും ലോകത്തിന്റെ കിടപ്പ് അങ്ങനെയാണ്. ഞങ്ങൾക്ക് കണ്ടന്റ് എവിടെ നിന്നാണ് കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മള് പറയില്ലേ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ പറഞ്ഞ തള്ള വൈബ്, തന്ത വൈബ്, അല്ല അമ്മാവൻ വൈബ്, അങ്ങനെയൊക്കെ പറയില്ലേ. പക്ഷെ ആ ജനറേഷനിൽപ്പെട്ടവര്, അമ്മാമ്മയുടെ ജനറേഷനിൽപ്പെട്ടവര് നമ്മുടെ ജനറേഷനിലുള്ള ആളുകളുടെ വൈബി സംസാരിക്കുമ്പോ അത് ഭയങ്കര രസമാണ്. കാരണം അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് കേൾക്കേണ്ടി വരും. എന്തും അവര് കാണിച്ചോണ്ട് നടക്കുന്നത്, കുറെ ക്യാമറയും പിടിച്ച് തുള്ളുന്നു. ഇതതില്ലല്ലോ. ഇന്ന് അതായത് ലാസ്റ്റ് ഇട്ട ആ വീഡിയോ ഒരു 50 പ്രാവശ്യമെങ്കിലും അപ്പച്ചൻ ചോദിച്ചിട്ടുണ്ട് എത്ര കേറിയ എത്ര വ്യൂസായി. ഞാനത് കണ്ടിട്ടേ എനിക്ക് ചിരി വന്നിട്ട് വയ്യ. ഇപ്പൊ മറക്കൊന്നും വിചാരിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം മാമിന്ന് പറഞ്ഞു. പെങ്ങളില്ല, കത്തനാർക്ക് പെങ്ങളില്ലെന്ന്. ഈ അപ്പച്ചന്റെ മുഖത്തെ ബ്ലഡ് ഒന്നും ഇല്ലാണ്ട്. പിന്നെ അഭിനയിച്ചാ പിന്നെ അത് അറിയണ്ടേ. അപ്പച്ചനൊരു കൂലി തരാറുണ്ടോ? പിന്നെ കൂലി നമുക്ക് ഇഷ്ടമുള്ള സാധനം തരുന്നു. എന്ത് വേണം, വെള്ളടിക്കണോ, എല്ലാ സൗകര്യമാണ്, എല്ലാരും കാശ് തരുന്നു. ഞാൻ വെള്ളടിക്കാണല്ലേ, വൈകുന്നേരം വെള്ളടിക്കും. ഭക്ഷണം വേണം, വെള്ളം വേണം, എന്തും ഒരു കാരണന്മാരും കിട്ടാത്ത ഒരു കൊണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് പറയാൻ പാടില്ല. ഞാൻ കഷ്ടപ്പെട്ട് നേരത്തെ എനിക്ക് തന്നോണ്ടിരിക്കുന്നു. അപ്പച്ചൻ എന്തായിരുന്നു ആദ്യം ജോലി? ഞാൻ എല്ലാ പണിക്കും പോകും. മെക്കാട് പണിക്ക് പോകും, എല്ലാ പറമ്പിലും എല്ലാ പണിക്കും പോകും. പിള്ളേരായി പിന്നീട് ഞാൻ പിള്ളേര് യൂട്യൂബ് ഓട്ടോറിക്ഷ ഡ്രൈവറായി. പഠിപ്പിച്ചത് ഓട്ടോറിക്ഷ ഓടിച്ചൊക്കെയാണ്. വലുതായി കഴിഞ്ഞപ്പോ ഇവര് നോക്കി അപ്പച്ചൻ റെസ്റ്റ്. ഇപ്പൊ റെസ്റ്റ് ചെയ്യാൻ എന്ത് വേണം നമുക്കൊക്കെ റെഡിയാകും. അമ്മയോട് അമ്മായിമ്മ പോരെടുത്തിട്ടുണ്ടോ അമ്മ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ്. അത് എന്തിനാന്നറിയാവോ? അമ്മാമ്മയുടെ പേരില് അമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് ഇപ്പൊ പോകുന്നത്. അമ്മയും കൂടെ അത് നല്ല ഐക്യമുള്ളടത്ത്. ചീഫ് ഷെഫ് കമ്പനിയിലാ മെയിൻ ഷെഫ്. ഒരു കൂട്ടായ്മ ഇല്ലാതെ സംഭവം നടക്കൂല. ആരൊക്കെ തേര് വലിച്ചു കഴിഞ്ഞാലും ആ ഒരു സംഭവം നടത്തിക്കൊണ്ട് അതാണ്. അത് നമുക്കുണ്ടല്ലോ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മള് അതൊരു വരുമാന മാർഗം. ആദ്യം എടുത്ത് അമ്മ ഉണ്ടാക്കിയത് തൊട്ടടുത്ത കടകളിലോ അല്ലെങ്കിൽ ബന്ധുക്കാർക്കോ ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെയാണ് കൊടുത്തത്. അവിടെ നിന്നാണ് ഇന്ന് 6 രാജ്യങ്ങളിലെ ബിസിനസ് ടൈക്കോണാണ് ഇരിക്കുന്ന. ടൈക്കോൺ അല്ലേ? 6 രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇവിടെ. അവിടെ ഡിസ്ട്രിബ്യൂഷൻ. അല്ലാതെ ആവശ്യക്കാർക്ക് 2 ബോക്സ് അങ്ങനത്തെ പരിപാടി അല്ല. അവിടത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ
റാക്കുകളിൽ സെയിലിന് ചെന്നിരിക്കും. സെയിലിൽ നിന്നിരിക്കും. അമ്മാമ്മ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് അമ്മാമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ആ. റാക്ക് സെയിലാണ്. റാക്ക് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഒന്ന് എടപ്പള്ളിയിലും ഉണ്ട്. അത് ഇവിടെ ഞങ്ങളുടെ ഔട്ട്ലെറ്റ് ആണ്, 2 ഔട്ട്ലെറ്റ്, എടപ്പള്ളിയിലും അത്താണിയിലും. കേരളത്തില് അവിടെ 2 ഔട്ട്ലെറ്റ്, ആ കടയിൽ നിന്ന് മാത്രമേ കിട്ടൂ. അതെങ്ങനെയാണ് നിങ്ങൾ ഇത് തുടങ്ങിയിട്ട് പിന്നെ ഈ അച്ചാറിലേക്ക് വന്നത്? അച്ചാറിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പക്ക റീസൺ ഉണ്ട്. അല്ലാതെ വെറുതെ ഒരു കാര്യം എന്തെങ്കിലും തുടങ്ങാം അങ്ങനെ തുടങ്ങിയതല്ല. ഇത് ഞങ്ങളുടെ ലൈഫുമായിട്ട് അത്രയും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ രണ്ടുപേരും പ്രവാസികളായിരുന്നു. ഞങ്ങൾ ഗൾഫിലേക്ക് പോകുമ്പോൾ കൊണ്ടുവരുന്ന ഏറ്റവും ടോപ്പ് ഐറ്റം എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ചാറുകളാണ്. അമ്മയും അമ്മാമ്മയും കൂടി ഉണ്ടാക്കി തരുന്ന അച്ചാറുകൾ. ഈ അച്ചാറിന് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആണ്. അവര് പറയും ഞങ്ങൾ നിനക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരാം, നീ ആ വെയിറ്റും കൂടി അച്ചാറാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് അച്ചാറാണ് കൊണ്ടുവരുന്നത്. ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നത്. ലീവിന് വന്ന് പോകുമ്പോ അച്ചാർ കൊണ്ടുപോകും. അവിടെ നൈറ്റ് എത്ര രാത്രി ആയാലും റൂമിലെ ആളുകളൊക്കെ അനൂപും സജീഷും ബെൻസനൊക്കെ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കുബൂസ് വേണ്ടി വെച്ചറുണ്ടാവും. കുബൂസ് എടുക്കുന്നു, കീറുന്നു, ഈ ചെമ്മീനച്ചാറൊക്കെ ഇടുന്നു, ചുരുട്ടി തിന്നു. ഞങ്ങളുടെ എന്താണ് ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ടേസ്റ്റിനെ ഞങ്ങൾ ഒരു കുപ്പിയിലാക്കി ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യണത്. അന്ന് രാത്രി തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വാല്യൂ അത്രക്ക് ഉണ്ടെന്നുള്ളത് എനിക്ക് ആദ്യം നിന്ന് മനസ്സിലായി. ഇവനോട് ഞാൻ വിളിച്ച് ചോദിച്ചു, ഇത് തുടങ്ങണേക്കാളും മുമ്പ് ഗൾഫിലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ നമുക്ക് വീഡിയോ ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്, നമുക്ക് ഈ സെലിബ്രേറ്റ് ചെയ്യണതിന് മുമ്പ് നമുക്ക് സ്റ്റേബിൾ ആവാനുള്ള എന്തെങ്കിലും ഒരു പരിപാടിയല്ലേ ചെയ്യണ്ടേ? അപ്പൊ ഇവൻ ചോദിച്ചാൽ എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് ആലോചിക്കണോട്ടാ, വീഡിയോ ഞാൻ പറഞ്ഞല്ല, ഡിസംബർ ഈ പറഞ്ഞ 10-ന് 9-നായിട്ടാണ് ആദ്യം വീഡിയോ ഇടുന്നത്. കോമഡി ഉത്സവത്തിൽ പോകുന്നത് ജനുവരി 16-ാം തീയതിയാണ്. അന്ന് ടിനി ടോം എന്റെ അടുത്ത് ചോദിച്ചത് അമ്മാമി ഉണ്ടാക്കണ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ ഞാൻ അന്ന് പറഞ്ഞു ഉത്തരം അമ്മാമ്മയുടെ ബീഫ് അച്ചാറാണെന്നാണ്. ആലോചിച്ചോ, ആകെ ഒരു മാസത്തെ ഗ്യാപ്പിൽ പോലെ എന്റെ നാവ് മുമ്പത്ത് ബീഫ് അച്ചാർ എന്ന് പറഞ്ഞ അച്ചാർ നിൽപ്പുണ്ടെങ്കിൽ ആ അച്ചാറിന് എത്രത്തോളം ആ ഒരു ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് അന്ന്. അപ്പൊ ആ ടിനി ടോം കാണിക്കുകയും ചെയ്തു അച്ചാറുണ്ടാകും. പക്ഷെ ആ സാധനം ഇന്ന് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത് ഞങ്ങളിത് അനൗൺസ് ചെയ്തപ്പോ കിട്ടിയ ഓർഡറുകളാണ്. അത്രയും ഓർഡറുകൾ വന്ന് ഞങ്ങളത് ഉണ്ടാക്കി എത്തിക്കാനുള്ള വഴികൾ, ഓരോ തടസ്സങ്ങള് ഞങ്ങൾ തന്നെ തരണം ചെയ്ത് മുമ്പോട്ടേക്ക് ഇങ്ങനെ പോയി. അതൊരു വലിയ കാര്യം. അപ്പൊ അമ്മാമ്മ പറഞ്ഞ പോലെ, ഞാൻ തമാശക്ക് ആദ്യം പറഞ്ഞത്, നമ്മൾ ആദ്യം ജീവിച്ചൊരു വീട് അത് മാറി ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം, നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണെന്ന് വെച്ചാൽ ആ വീട് മോശമാണെന്നോ ഒന്നുമല്ല. അച്ഛൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അച്ഛന്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി തന്നു. നിങ്ങളൊരു സ്റ്റേബിൾ ആയപ്പം നിങ്ങൾക്ക് അവരെയും കൂടെ ഷെൽട്ടർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയൊരു സെറ്റപ്പ് ആയി. അപ്പം ആ ഒരു യാത്രയുണ്ടല്ലോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് തടസ്സങ്ങള്. പക്ഷെ ഇതിനെയൊക്കെ തരണം ചെയ്തത് അമ്മാമ്മയുടെ ഇതാ. ഇതിനിടയ്ക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും വീണ് പോയിട്ടുണ്ടോ? കേടായി പോയി. അച്ചാറ് കേടാവുന്നത് ബിസിനസിന്റെ ഒരു ഭാഗമാണ്. വേറെ കുഴപ്പങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. കാര്യം മെയിൻ ആയിട്ട് നമ്മുടെ ഷെഫ് എന്ന് പറയുന്ന ഒരാൾ മാറിപ്പോകുമ്പോഴാണ് ഈ ടേസ്റ്റിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നത്. ഞങ്ങളുടെ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആൾ അമ്മയാണ്. അമ്മ പിന്നെ മാറിപ്പോകില്ല, നമ്മളൊപ്പം തട്ടിണ്ടല്ല. അപ്പൊ ആ ഒരു സംഭവം നിലനിന്ന് ഇങ്ങനെ പോകുന്നു. പിന്നെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും ഓളിനോളായിട്ട് അനിയൻ നോക്കി നടത്തണുണ്ട്. ഏത് ഗുദാമില് 2 രൂപ കുറവുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് അവിടെ എത്തും. ആ കുറവന്വേഷിച്ചു അത് വാങ്ങിച്ചോണ്ട് വരും. അപ്പൊ ഞാൻ ആലോചിക്കാൻ ഇവന് ഉറക്കൂല്ലേ? വെളുപ്പിന് 3 മണിക്കൊക്കെയാണ് എനിക്ക് വിളി തന്നെ, എടാ ഇവിടെ 2 രൂപ കുറവാണ്, ഇവിടെ നിന്ന് വാങ്ങിച്ചോട്ടെ. ഞാൻ എത്ര കിലോ? ഇവിടെ 100 രൂപ. എന്നാ ഞാൻ പറഞ്ഞു വാങ്ങിച്ചു. അപ്പൊ ഞാൻ അപ്പളാം സമയം നോക്കണേ 3:30 ആയിട്ടുള്ളൂ. ഇവനപ്പൊ അവിടെ എത്തണമെങ്കിൽ ഇവിടെ എത്ര മണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു മോനായിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മോളായിട്ടാണ് ഞങ്ങളുടെ ആ ഒരു അച്ചാർ യൂണിറ്റിനെ കാണുന്നത്. അവർക്കിപ്പൊ നമ്മളിപ്പോ മക്കൾക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം, അത് വാങ്ങിക്കാനായിട്ട് എത്ര ദൂരമാണെങ്കിലും നമ്മൾ സഞ്ചരിച്ച് പോകൂലേ? ഞങ്ങൾ അങ്ങനെയാണ്. അവന് എന്താണോ ആവശ്യം ഞങ്ങൾ ട്രാവൽ ചെയ്യും, പോയി അതിനെ